ഹരേ രാമ ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപാകടാക്ഷം, രാജയോഗ തുല്യമായ ജീവിതം ഈ വരുന്ന ആഴ്ച സ്വന്തമാക്കുന്ന രാശിക്കാർ ഇവരാണ്. ജൂൺ അവസാന വാരത്തിലേക്ക് കടന്നിരിക്കുന്നു. ജൂൺ 23-നും 29-നുമിടയിൽ 2 രാജയോഗങ്ങൾ വന്നുചേരുന്നു. ഈ ആഴ്ച ശനി സ്വന്തം രാശിയായ കുംഭത്തിൽ വക്രഗതിയിൽ നീങ്ങുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ആഴ്ചയിൽ രാജയോഗം രൂപപ്പെടുവാൻ പോകുന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ ചന്ദ്രൻ കുംഭം രാശിയിൽ സംക്രമിക്കുന്നതിനാൽ ശശയോഗം രൂപപ്പെടും. ഈ രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ തൊഴിലിൽ വളരെയധികം പുരോഗതിയും ഐശ്വര്യവും ഭാഗ്യവും വന്നുചേരും. കൂടാതെ ശനിയുടെയും ചന്ദ്രന്റെയും സ്വാധീനം മൂലം സാമ്പത്തികമായ സ്ഥിതി നിങ്ങളുടെ വളരെയധികം ശക്തമാകുകയും ചെയ്യും. 1199 മിഥുനം 9 മുതൽ മിഥുനം 15 വരെ, അതായത് 2024 ജൂൺ 23 മുതൽ ജൂൺ 29 വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ്. ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനമാണ്. എന്നാൽ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന യഥാർത്ഥ ഫലങ്ങൾ ജനന സമയത്തെ ഗ്രഹനില, അതിൽ നിന്നുണ്ടാകുന്ന യോഗങ്ങൾ, നിലവിലെ ദശ അപഹാരങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും ഈ പൊതുഫലം ഒരു സൂചനയായി ഉപയോഗിച്ച് വിശദമായ ജാതക വിശകലനം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ചെയ്താൽ നിങ്ങളുടെ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും സാധ്യതകളും കൊണ്ടുവരുന്ന ഒരു പ്രധാന കാലഘട്ടമായിരിക്കും. നിങ്ങളുടെ കർമ്മ മേഖലയിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടും. ദീർഘകാലമായി സ്വപ്നം കണ്ടിരുന്ന പോലെയുള്ള നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. മുന്നിൽ വന്നു കിട്ടുന്ന പുതിയ പ്രൊജക്റ്റുകളിൽ സംശയിച്ചു നിൽക്കാതെ മുൻകൈയെടുത്ത് പങ്കാളിയാകുകയും ഭാവിയിലേക്ക് മുതൽ കൂട്ടാവുന്ന തരത്തിൽ നിങ്ങളുടെ കരിയർ ഗ്രാഫ് ഉയർത്തുവാനും അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുക. സ്വർഗാത്മകതയും കഠിനാധ്വാനവും തെളിയിക്കുവാനുള്ള സമയമാണ്. സർക്കാർ, അർദ്ധ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പള വർധനവിനോട് കൂടിയ സ്ഥാനക്കയറ്റം ലഭിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൈവരിക്കുവാനുമുള്ള നല്ല അവസരമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾ അവസാനിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുമായി വളരെയധികം അടുക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനും സാധിക്കും. പ്രണയബന്ധത്തിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ വിവാഹം എന്ന സ്വപ്നം പൂവണിയുവാനുള്ള അനുകൂല സാഹചര്യം വന്നുചേരും. ഇത് പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കവും ബന്ധങ്ങളുടെ ഇഴയടുപ്പവും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരമാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമിത ചെലവുകൾ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുവാൻ ഇടയാക്കും. അതിനാൽ ചിലവുകൾ നിയന്ത്രിക്കുകയും ആവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുകയും ചെയ്യുക. അനാവശ്യമായ പിടിവാശിയും കോപവും പല വിധത്തിലുള്ള ധനനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയുള്ളതിനാൽ അവ കാണാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മര്യാദ പാലിക്കുകയും സംയമനം പുലർത്തുകയും ചെയ്യേണ്ടതാണ്. അവിഹിത ബന്ധങ്ങളിൽ നിങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പ്രശ്നങ്ങളിൽ പെട്ടേക്കാം. അത്തരം സ്വകാര്യ ബന്ധങ്ങൾ ഏത് നിലവാരത്തിലുള്ളതായാലും പൊങ്ങച്ചം പറയുവാൻ ഉള്ളതല്ല എന്നും രഹസ്യാത്മകത സ്വഭാവം ആണ് നിങ്ങളുടെ ബന്ധങ്ങളുടെ വിജയമെന്നും ഓർത്തിരിക്കേണ്ടതാണ്. മദ്യം, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ ഉള്ള ആളുകൾ അവ നിർത്തുക. ഹൃദ്രോഗം ഉള്ള ആളുകൾ ഈ ആഴ്ച കൂടുതൽ ജാഗ്രത പാലിക്കണം. പൊതുവെ ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതിക്കും നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള സമയമാണ്. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി വളരെയധികം വിജയം കൈവരിക്കുവാനും സാമ്പത്തിക നേട്ടം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
ശനിദേവൻ വക്രഗതിയിലാകുന്ന ഈ ആഴ്ച അവസാനം മുതൽ വരാനിരിക്കുന്ന 4 മാസക്കാലം മേടം രാശിക്കാർക്ക് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. അതിനാൽ ജാഗ്രത പുലർത്തുകയും ആവശ്യമായ പരിഹാരങ്ങൾ തേടുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. മേട രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ബുധനാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്ന കഷ്ടതകളൊക്കെ മാറി വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ ആഴ്ച വളരെയധികം വെല്ലുവിളികളും നേട്ടങ്ങളും ഒരുമിച്ചു വരുന്ന സമയമാണ്. ആഴ്ചയുടെ തുടക്കം ചില വൈകാരിക ഉയർച്ച താഴ്ചകളോടും ചില വെല്ലുവിളികളോടും നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങൾ വന്നുചേരും. പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരികയോ അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരികയോ ചെയ്യും. ഈ സമയത്ത് വളരെയധികം ക്ഷമയോടെ പ്രവർത്തിക്കുകയും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുകയും എല്ലാ വ്യവസ്ഥകളും ശ്രദ്ധാപൂർവം വായിക്കുകയും ചെയ്യുക. അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും ആരുടെയെങ്കിലും ജാമ്യം നിൽക്കുകയും ചെയ്യരുത്. അത് പോലീസ് കേസിലേക്ക് മാറി നിയമപരമായ സങ്കീർണതകളിൽ കലാശിക്കും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുവാൻ തുടങ്ങുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും പരസ്പര സ്നേഹവും ധാരണയും വർദ്ധിക്കുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് വളരെയധികം വിജയം കൈവരിക്കുവാനും നിങ്ങളുടെ മേലധികാരിയുടെ പ്രശംസ നേടുവാനും സാധിക്കുന്നതാണ്. പുതിയ പദ്ധതികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കുവാനും അംഗീകാരം നേടുവാനും അവസരം ലഭിക്കും. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിത സാമ്പത്തിക വരുമാനമോ ലാഭമോ തേടിയെത്തും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആസ്വദിക്കുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുക്കുവാനും സന്തോഷകരമായ സമയം പങ്കിടുവാനും സാധിക്കുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ധരിക്കുവാനും അവസരം ലഭിക്കും. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായ നല്ല സ്ഥാനമാനങ്ങളും സാമ്പത്തിക പുരോഗതിയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരം ലഭിക്കുകയും അതുവഴി നിങ്ങളുടെ പേരും പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും വളരെയധികം കൈവരിക്കുവാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേതൃത്വ പദവിയിലേക്ക് ഉയരുവാനുള്ള സാധ്യതയുമുണ്ട്. അതുവഴി കീർത്തിയും അംഗീകാരവും നേടുവാൻ സാധിക്കും. ഈ സമയത്ത് നേതൃത്വ പാടവവും പ്രകടിപ്പിക്കുവാനും പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുവാനും ശ്രമിക്കുക. ശനിദേവൻ വക്രഗതിയിലാകുന്ന ഈ ആഴ്ച അവസാനം മുതൽ വരുന്ന 4 മാസക്കാലം പിതാവിനോ പിതൃസ്ഥാനീയർക്കോ രോഗങ്ങളോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ അവരുടെ ജാതക പരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കും. നിയമപരമായ തർക്കങ്ങളിൽ പ്രതികൂല ഫലം ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ സാധ്യമെങ്കിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുകയോ വ്യവഹാരങ്ങൾ 4 മാസത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യുന്നതാണ് ഉത്തമം. എന്നിരുന്നാലും ഈ വക്രഗതിയിൽ ശനിദേവൻ ചിലർക്ക് തൊഴിൽ മേഖലയിൽ അത്ഭുതപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള അവസരം നൽകും. ഇടവ രാശിയിലുള്ള കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും മാറി നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ വരുന്ന ആഴ്ച തുടക്കം ചില വെല്ലുവിളികളും പരീക്ഷണങ്ങളും നിറഞ്ഞതായിരിക്കും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങളും സാമ്പത്തിക ഇടപാടുകളിലെ പ്രശ്നങ്ങളും കോടതി വ്യവഹാരത്തിലേക്ക് നീങ്ങുവാൻ ഇടവരും. ഈ സാഹചര്യങ്ങളിൽ ക്ഷമയോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുകയും സാധ്യമെങ്കിൽ ഒരു വിധി വരുന്നതിന് മുമ്പ്
ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും ചെയ്യുന്നത് നഷ്ടങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുകയും ചെയ്യും. നിയമോപദേശവും തേടുകയും സാഹചര്യം സമചിത്തതയോടെ കൈകാര്യം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ആരോഗ്യപരമായും ഈ ആഴ്ച വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പനി, ചുമ, ദഹനക്കേട് തുടങ്ങിയ നിസ്സാരവും എന്നാൽ വളരെയധികം ഗൗരവവും ആവുന്നതുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടവരും. ആയതിനാൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണം. ഭക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തുന്നതും ശുചിത്വമല്ലാത്ത ഭക്ഷണം വിഷബാധയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ്. സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയത്ത് ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും സമർപ്പണ ബോധവും കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ അപ്രീതി നേരിടേണ്ടി വരും. ജോലി നഷ്ടപ്പെടുവാനോ തരം താഴ്ത്തലിനോ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്കോ അടുത്ത ബന്ധുക്കൾക്കോ അസുഖം വരുവാനും മരണമോ മരണതുല്യമായ അവസ്ഥയോ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ധൈര്യം നഷ്ടപ്പെടാതെ ക്ഷമയോടെയും പിന്തുണയോടെയും കാര്യങ്ങൾ നേരിടേണ്ടത് പ്രധാനമാണ്. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കൊക്കെ താൽക്കാലിക സ്വമേ വന്നു ചേരുകയുള്ളൂ. വാരാവസാനത്തോടെ എല്ലാവിധ കാര്യങ്ങളും മെച്ചപ്പെടുകയും ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും വീണ്ടെടുക്കുകയും ചെയ്യും. ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടുക എന്നതാണ്. പതിവ് ചിട്ടകളിൽ ശ്രദ്ധ പാലിക്കുക, ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക, ആവശ്യമെങ്കിൽ മാനസിക വിദഗ്ധരുടെ സഹായം തേടുക എന്നിവയിലൂടെ ഈ വെല്ലുവിളികളെ അതിജീവിക്കുവാനും അനുകൂല ഫലങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. ശനിദേവൻ വക്രഗതിയിലായിരിക്കുന്ന ഈ ആഴ്ച അവസാനം മുതൽ വരുന്ന 4 മാസക്കാലം അവിവാഹിതർക്ക് അത്ര അനുകൂലമല്ല. വിവാഹാലോചനകൾ പുരോഗമിച്ച് വിവാഹത്തിലെത്തുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തടസ്സങ്ങൾ നേരിടുന്നതാണ്. വിവാഹ നിശ്ചയം വരെ എത്തി മുടങ്ങുവാനുള്ള സാഹചര്യവും വന്നുചേരും. കൂടാതെ അന്യസ്ത്രീ ബന്ധങ്ങൾ, ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. മിഥുന രാശിയിലുള്ള മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. ഈ വരുന്ന ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആഴ്ചയുടെ തുടക്കം സന്തോഷകരമായ അനുഭവങ്ങൾ വളരെയധികം നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും സ്നേഹവും ഐക്യവും വർദ്ധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറയും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുവാനുമുള്ള അനുകൂലമായ സമയമാണിത്. വളരെയധികം ലാഭകരമായ അവസരങ്ങൾ വന്നുചേരും. വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം നിങ്ങളുടെ സഫലമാകുന്നതാണ്. പുതിയ വീട് വാങ്ങുവാനോ നിർമ്മിക്കുവാനോ ഉള്ള സാധ്യതയും വന്നുചേരും. താമസ സ്ഥലം മാറുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകുകയും ചെയ്യും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ ചില വെല്ലുവിളികൾ വന്നുചേരുന്നതാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുമുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ വന്നുചേരും. ചെറിയ തർക്കങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. സംയമനം പാലിക്കുകയും വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷമയും സഹിഷ്ണുതയും കാണിക്കുന്നത് ബന്ധങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുവാൻ സഹായിക്കും. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടാകാം. അവരുടെ ആരോഗ്യത്തിലോ പഠനത്തിലോ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങളെ വളരെയധികം അലട്ടിയേക്കും. അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതും വളരെയധികം പ്രധാനമാണ്. റിയൽ എസ്റ്റേറ്റ്, ഓഹരി വിപണി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടം നേരിടുവാൻ ഇടവരും. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജാഗ്രത പുലർത്തുകയും വിദഗ്ധ ഉപദേശം തേടുകയും ചെയ്യുക. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകുവാനും അത് കോടതി വ്യവഹാരങ്ങളിലേക്ക് നീങ്ങുവാനും സാധ്യതയുണ്ട്.
ഈ ആഴ്ച വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും. ബിസിനസ്, കുടുംബം, സാമ്പത്തികം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധൈര്യത്തോടെയും ശ്രദ്ധയോടെയും മുന്നോട്ടു പോകുക. നന്നായുള്ള സ്നേഹവും കരുതലും പങ്കുവച്ചാൽ ഈ വെല്ലുവിളികളെല്ലാം മികച്ച രീതിയിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. ശനിദേവൻ വക്രഗതിയിലായിരിക്കുന്ന ഈ ആഴ്ച അവസാനം മുതൽ വിദേശ യാത്ര ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള അവസരം വന്നുചേരും. വിദേശത്ത് പഠിക്കുവാനോ താമസിക്കുവാനോ ജോലി ചെയ്യുവാനോ ഉള്ള അവസരങ്ങൾ തുറന്നുവരും. എന്നാൽ ചിലർക്ക് ഭാര്യയുടെ ആരോഗ്യസ്ഥിതിയിൽ ചെറിയ തടസ്സങ്ങളോ അസുഖങ്ങളോ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. അന്യസ്ത്രീ ബന്ധങ്ങൾ മൂലം അപകീർത്തിയോ സാമ്പത്തിക നഷ്ടമോ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്നതാണ്. കർക്കിടക രാശിയിലുള്ള പുണർദം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും പൂയം ആയില്യം നക്ഷത്രക്കാർ ശനിയാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ ദുരിതങ്ങളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറുവാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കഴിവുകളും ശക്തിയും ശോഭയോടെ പ്രകടമാകുന്ന സമയമായിരിക്കും. നിങ്ങളുടെ ശത്രുക്കളെയെല്ലാം കീഴടക്കുവാനുള്ള അവസരം വന്നുചേരും. അവരുടെ എതിർപ്പുകളെയും തടസ്സങ്ങളെയും അട്ടിമറി വിജയത്തോടെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തും ബിസിനസ്സിലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈ സമയം അനുയോജ്യമാണ്. നിങ്ങളുടെ ശ്രമങ്ങൾ ഫലവത്താകുകയും തൊടുന്നതെല്ലാം പൊന്നാകുകയും ചെയ്യും. സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും. മംഗളകാര്യങ്ങൾ നടക്കുന്നതിനാൽ കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുവാനും ആഘോഷിക്കുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾ അവസാനിക്കുകയും ബന്ധം കൂടുതൽ ദൃഢമാകുകയും ചെയ്യുന്നതാണ്. പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കുകയും ഒരുമിച്ചുള്ള ജീവിതം കൂടുതൽ സന്തോഷകരമാകുകയും ചെയ്യും. നിയമപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. കോടതി വ്യവഹാരങ്ങൾ അനുകൂലമായി തീരുകയും സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് വളരെയധികം കരുത്ത് പകരുന്നതാണ്. അവരുടെ സഹായവും പ്രോത്സാഹനവും നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം വഴിയൊരുക്കുന്നതാണ്. എന്നാൽ വാരാന്ത്യത്തോട് അടുക്കുമ്പോൾ ശത്രുക്കളിൽ നിന്ന് ചെറിയ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒരിക്കൽ പരാജയപ്പെടുത്തിയ ശത്രുക്കളോട് യുദ്ധം അവസാനിപ്പിച്ചാലും യാതൊരു കാരണവശാലും സന്ധി ചെയ്യുവാൻ പാടുള്ളതല്ല. അവർ ചതിപ്രയോഗത്തിന് തക്കം പാർത്തിരിക്കുകയും വീണ്ടും അവസരം കിട്ടിയാൽ ആക്രമിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആരോഗ്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ അമിതമായി ഏർപ്പെടുന്നത് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. സ്വയം അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച മികച്ചതാകുവാൻ സമത്വത്തോടെ മുന്നോട്ട് പോകുക. നല്ല നിമിഷങ്ങൾ ആസ്വദിക്കുക. വെല്ലുവിളികളെയെല്ലാം ധൈര്യത്തോടെ നേരിടുക. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയവും സന്തോഷവും നിറയ്ക്കുന്ന ഒന്നായി മാറും. ശനിദേവൻ ഈ ആഴ്ച അവസാനത്തോടെ വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നത് മൂലം വരാനിരിക്കുന്ന 4 മാസക്കാലം നിരവധി ശുഭകരമായ ഫലങ്ങൾക്ക് തുടക്കം കുറിക്കും. ഈ കാലയളവിൽ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം നേടുവാനും നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ, സൽഗുണസമ്പന്നരായ സന്താനങ്ങളുടെ ജനനം, കുടുംബത്തിൽ ശുഭകരമായ സംഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന അവിവാഹിതർക്ക് ഈ സമയം ഏറെ അനുകൂലമാണ്. കൂടാതെ സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സംബന്ധമായ ചികിത്സകളിൽ വിജയം കൈവരിക്കുവാനുമുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചിങ്ങരാശിയിലുള്ള മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ ബുധനാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും മാറി
വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. ഈ ആഴ്ച ആരംഭത്തിൽ ചെറിയ ചില പ്രതിസന്ധികൾ നിങ്ങളെ വെല്ലുവിളിച്ചേക്കാം. പ്രധാനമായും ആരോഗ്യപരമായും സാമ്പത്തികപരമായും ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ്. ഈ കാലയളവിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തുക. വാഹനയാത്രകൾക്ക് വളരെയധികം ശ്രദ്ധ വേണം. വാഹന അപകടങ്ങളുടെ സാധ്യതയുണ്ട്. ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതാണ്. ഈ ആഴ്ച മുന്നോട്ടു പോകുമ്പോൾ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തും. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നുചേരും. വളരെ കാലമായി നിലനിന്നിരുന്ന എല്ലാവിധ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും ചെയ്യും. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അവരുടെ സഹായവും പിന്തുണയും ലഭിക്കുവാനും ഈ സമയം അനുകൂലമാണ്. രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കുവാനും ഈ ആഴ്ച സഹായിക്കും. സ്ത്രീകളുമായി ബന്ധം ശക്തിപ്പെടുകയും അവരുടെ സ്നേഹവും പിന്തുണയും ലഭിക്കുകയും ചെയ്യുന്നതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെയധികം അനുകൂലമാണ്. അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരുകയും സ്വപ്നം കണ്ടതുപോലുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കുവാനും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുമുള്ള ഈ സമയം അനുയോജ്യമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം ലഭിക്കും. അവരുടെ മാനസികാവസ്ഥയിൽ പുരോഗതി കൈവരിക്കുവാനും സാധിക്കും. ഓരോ കാര്യത്തിലും സൂക്ഷ്മതയും ആത്മവിശ്വാസവും നിലനിർത്തിയാൽ ജീവിതം എല്ലാ വശങ്ങളിൽ നിന്നും മെച്ചപ്പെടുന്നതായി അനുഭവപ്പെടും. ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും സന്തോഷകരവും സമൃദ്ധവുമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുക. ശനിദേവൻ വക്രഗതിയിലാകുന്ന ഈ ജൂൺ മാസ അവസാനത്തോടെ സ്വത്തു തർക്കങ്ങൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലെ ചില തിരിച്ചടികൾ എന്നിവ ചിലർക്ക് അനുഭവപ്പെടും. എന്നിരുന്നാലും ജാതകത്തിൽ ശനി ഉച്ചസ്ഥിതിയിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടന്ന എല്ലാവിധ കാര്യങ്ങളും പുനരാരംഭിച്ച് പുരോഗതി കൈവരിക്കുവാനുള്ള അനുകൂലമായ സമയമാണ്. കന്നി രാശിയിലുള്ള ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ. ഈ ആഴ്ച വെല്ലുവിളികളും വിജയവും നിറഞ്ഞതായിരിക്കും. തുടക്കം ചില വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളുമായി അഭിപ്രായ വ്യത്യാസവും ചിലപ്പോൾ വാക്കേറ്റങ്ങളും ഉണ്ടായേക്കാം. ഈ സാഹചര്യങ്ങൾ നിങ്ങളെ വ്യക്തിപരമായി വളർത്തുകയും കൂടുതൽ പക്വതയുള്ള വ്യക്തിയായി മാറ്റുകയും ചെയ്യും. ജീവിതത്തിലെ വെല്ലുവിളികളിൽ നിന്ന് പഠിക്കുവാനും വളരുവാനും കഴിയുമെന്നും ഓർക്കുക. ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കാഴ്ച നൽകുന്നതായി മാറുകയും ചെയ്യും. ഉറക്കമില്ലായ്മ, ദുസ്വപ്നങ്ങൾ, പെട്ടെന്നു ഞെട്ടിയുണരൽ എന്നിവ ഉണ്ടാകും. മനസ്സിൽ അകാരണമായ ഭയം തോന്നുകയും മാനസികമായി അസ്വസ്ഥതയും അനുഭവപ്പെടും. ശാരീരികമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ദഹനക്കേട്, ഛർദി എന്നിവ. ഈ ദിവസങ്ങളിൽ ആരോഗ്യത്തിലും ഭക്ഷണത്തിലും വളരെ ശ്രദ്ധ കൊടുക്കുക. എന്നാൽ വാരം മധ്യത്തോടെ കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് മോചനം ലഭിക്കുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കുകയും ചെയ്യും. നിയമപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വാഹനം വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും മാന്യതയും അംഗീകാരവും ലഭിക്കുകയും ചെയ്യും. മനസമാധാനവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും. നിലവിലുള്ള ജോലിയിലോ ബിസിനസ്സിലോ വിപുലീകരണം നടത്തുവാനും സാധ്യതയുണ്ട്.
അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടായേക്കാം. ഇഷ്ടപ്പെട്ട പങ്കാളിയുമായി കൂടുതൽ അടുക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനുമുള്ള അവസരം ലഭിക്കും. ഉല്ലാസ യാത്രകൾക്കോ തീർത്ഥാടനത്തിനോ പോകുവാനും സാധിക്കുന്നതാണ്. വളരെ കാലമായി അനുഭവിച്ചു വന്ന മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. നല്ല ഉറക്കവും ഭക്ഷണ സുഖവും ലഭിക്കും. സമൂഹത്തിൽ ഉയർന്ന പദവിയിലേക്ക് എത്തുവാനും സാധിക്കുന്നതാണ്. ഈ ആഴ്ച പലതരത്തിലുള്ള വെല്ലുവിളികൾ വന്നുചേരും. എന്നാൽ ഓരോ വെല്ലുവിളിയും ഒരു പുതിയ അവസരം തുറന്നു തരുന്നതാണ്. ഈ ആഴ്ച നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കുവാനും വിജയം കൈവരിക്കുവാനും ആവശ്യമായ ശക്തിയും നിങ്ങൾക്കുണ്ട്. ഈ ആഴ്ച പഠിക്കുന്ന പാഠങ്ങൾ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ശനിദേവൻ വക്രഗതിയിലാകുന്ന ഈ ആഴ്ച അവസാനത്തോടെ അടുത്ത 4 മാസത്തേക്ക് മാതാവിനോ മാതൃബന്ധുക്കൾക്കോ കഷ്ടകാല സമയമാണ്. എന്നാൽ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് വിദ്യയിൽ ഉന്നതി, കുടുംബത്തിൽ എല്ലാവിധ സൗകര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. തുലാ രാശിയിലുള്ള ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ ആഴ്ച നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും വളർച്ചയ്ക്കും പുരോഗതിക്കും ഉള്ള വളരെയധികം അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിലും യാത്രകളിലും ജാഗ്രത പുലർത്തുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളുടെ മാനസിക ധൈര്യത്തെയും പക്വതയെയും ചിന്താശേഷിയെയും അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പുതിയ ഒരു തുടക്കം കുറിക്കുന്നതാണ്. തെറ്റിദ്ധാരണകൾ മൂലമോ മറ്റു കാരണങ്ങളാലോ വേർപിരിഞ്ഞു പോയ ജീവിത പങ്കാളി തിരിച്ചു വരുവാനും പശ്ചാത്തപിക്കുവാനും സാധ്യതയുണ്ട്. വേർപിരിയൽ പാതയിൽ നിൽക്കുന്ന ദമ്പതികളെ ഒരുമിപ്പിക്കാൻ പറ്റിയ സമയമാണ്. സന്താനങ്ങളുടെ കാര്യത്തിലും ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ഉണ്ടായിരുന്ന വ്യാകുലതകൾ മാറി സന്തോഷ നിമിഷങ്ങൾ അനുഭവപ്പെടും. ഈശ്വര വിശ്വാസം വർദ്ധിക്കുന്നതിനൊപ്പം ശാരീരികമായും മാനസികമായും കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ മുന്നേറുവാനും കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഴിവുകളും നേട്ടങ്ങളും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. ആത്മവിശ്വാസവും കഠിന പ്രയത്നവും കൊണ്ട് പല ആപത്ഘട്ടങ്ങളും തരണം ചെയ്ത് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രചോദനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങളുടെ മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടവരും. അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഈ സമയത്ത് ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം. യാത്ര നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിലും അപകട സാധ്യത കൂടുതലുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. ചെറിയ അശ്രദ്ധ പോലും വളരെയധികം അപകടങ്ങൾക്ക് കാരണമാകും. ഈ ആഴ്ച നിങ്ങളുടെ മനഃശക്തിയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമാണ്. ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കുവാനും വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. ശനിദേവൻ വക്രഗതിയിലാകുന്ന ഈ ജൂൺ മാസ അവസാനത്തോടെ സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ, സന്താനങ്ങളുടെ നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. വളരെ കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. വൃശ്ചിക രാശിയിലുള്ള വിശാഖം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും അനിഴം തൃക്കേട നക്ഷത്രക്കാർ ശനിയാഴ്ചയും ക്ഷേത്രദർശനം നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും മാറി ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുത്തുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സമ്മിശ്രമായ ഫലങ്ങൾ കൊണ്ടുവരും. ഒരു വശത്ത് നിങ്ങളുടെ കഴിവുകളും ശക്തിയും തെളിയിക്കുവാൻ നിരവധി അവസരങ്ങൾ വന്നുചേരും. നിങ്ങളുടെ ശത്രുക്കളെ മറികടക്കുവാനും നിയമപരമായ കാര്യങ്ങളിൽ
അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ധൈര്യവും ആത്മവിശ്വാസവും തോന്നുകയും ചെയ്യും. നിങ്ങൾ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ഉറപ്പാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ച നടത്തുവാനും സന്തോഷകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും അവസരം ലഭിക്കും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. പണമിടപാടുകളിലും നിക്ഷേപങ്ങളിലും ശ്രദ്ധാലുവാണെങ്കിൽ നേട്ടം നിങ്ങൾക്കുറപ്പാണ്. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. എന്നാൽ കുടുംബജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായും മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകും. ക്ഷമയും സംയമനവും പാലിച്ച് വഷളാകാതെ കാര്യങ്ങൾ നോക്കേണ്ടത് പ്രധാനമാണ്. തുറന്ന മനസ്സോടെയും സ്നേഹത്തോടെയും പരസ്പരം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വിദഗ്ധ ചികിത്സ തേടേണ്ടി വന്നേക്കാം. മാതാവിനോ അടുത്ത ബന്ധുക്കൾക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും അവർക്ക് ആശുപത്രിവാസം ആവശ്യമായി വന്നേക്കാം. തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കായി ദൂരദേശ യാത്രകൾ ആവശ്യമായി വരും. യാത്രകൾ ആസൂത്രണം ചെയ്യുമ്പോൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുക. ഈ സമ്മിശ്ര അനുഭവങ്ങൾക്കിടയിൽ ധൈര്യവും സന്തുലിതാവസ്ഥയും നിലനിർത്തി ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ശത്രുക്കളെ മറികടന്ന് വിജയം നേടുമ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങളെ സംവേദനശീലതയോടെയും ശ്രദ്ധയോടെയും നേരിടുക. ഈ ആഴ്ച അവസാനം സന്തോഷവും സങ്കടവും ഒരുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ശുഭകാര്യങ്ങളിൽ സന്തോഷിക്കുകയും പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുകയും ചെയ്യുക. ശനിദേവൻ വക്രഗതിയിലാകുന്ന ഈ ജൂൺ മാസ അവസാനത്തോടെ അടുത്ത 4 മാസത്തേക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്നും അകലം അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. അപ്രതീക്ഷിത ധനലാഭം ഉണ്ടായേക്കാമെങ്കിലും വരവിൽ കവിഞ്ഞ ചെലവുകൾ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ധനുരാശിയിലുള്ള മൂലം നക്ഷത്രക്കാർ ബുധനാഴ്ച ദിവസവും ജൂൺ 23, ജൂൺ 24 ദിനങ്ങൾ പൂരാടം ഉത്രാടം നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിനങ്ങളായിരിക്കും. ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുവാനും ഈ സമയം അനുയോജ്യമാണ്. ജീവിതത്തോടുള്ള നിങ്ങളുടെ മനോഭാവം പുതിയ ഊർജത്താലും ഉത്സാഹത്താലും നിറയും. വിരക്തിയും മടുപ്പും മാറി പകരം ജീവിതത്തോടുള്ള പുതിയ ആഗ്രഹവും ഇഷ്ടവും നിങ്ങളിൽ ഉടനീളം ഉണ്ടാകുന്നതാണ്. ഈ ആഴ്ചയിൽ പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തേടി വരും. സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. കുടുംബജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ തുടക്കം കുറിക്കുന്നതാണ്. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. പരസ്പരം മനസ്സിലാക്കുവാനും സഹകരിക്കുവാനും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. കുടുംബത്തിൽ വിവാഹം തുടങ്ങിയ മംഗളകരമായ ചടങ്ങുകൾ നടക്കുവാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. വിദ്യാഭ്യാസത്തിൽ താൽപ്പര്യമുള്ളവർക്ക് ഉന്നത പഠനത്തിനായി വിദേശ യാത്ര നടത്തുവാനുള്ള അവസരം ലഭിക്കും. സാഹിത്യത്തിൽ താൽപ്പര്യമുള്ളവർക്ക് അവരുടെ രചനകൾ പ്രസിദ്ധീകരിക്കുവാനും അതുവഴി പേരും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും നേടുവാനുമുള്ള ഈ സമയം അനുയോജ്യമാണ്. കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വർദ്ധിക്കുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും ഈ ആഴ്ച അനുയോജ്യമായ പ്രതിഫലം ലഭിക്കും. മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയും പുരോഗതിയും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങൾ, സഹോദര തുല്യരായ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം സഹായവും പിന്തുണയും ലഭിക്കും. IT, മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ കരിയറിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഈ സമയം അനുയോജ്യമാണ്. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാനും
സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഈ അനുകൂല സമയം ഫലപ്രദമായി ഉപയോഗിക്കുക. ബന്ധങ്ങൾ ദൃഢമാക്കുവാനും പരസ്പര സ്നേഹവും പിന്തുണയും നൽകുവാനുമുള്ള മികച്ച അവസരമാണ്. ശനിദേവൻ വക്രഗതിയിലാകുന്ന ഈ ജൂൺ മാസ അവസാനത്തോടെ വസ്തുസംബന്ധമായ ഇടപാടുകളിൽ ലാഭം നേടുവാൻ സാധിക്കും. ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയവയിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാവുന്നതാണ്. ജൂൺ 24, ജൂൺ 25, ജൂൺ 26 എന്നീ ദിവസങ്ങളിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുത്തുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ. ഈ വരുന്ന ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ചില മേഖലകളിൽ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ മറ്റു ചില മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ച വെല്ലുവിളികൾ വളരെയധികം നേരിടേണ്ടി വരും. സ്ത്രീ മൂലം മാനഹാനി, ധനനഷ്ടം എന്നിവ സംഭവിക്കുവാൻ ഇടയുണ്ട്. പ്രത്യേകിച്ചും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വൻ അപമാനവും നഷ്ടങ്ങളും നേരിടേണ്ടി വന്നേക്കാം. അനാവശ്യ സൗഹൃദങ്ങളും ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്. അവ നിങ്ങളെ തെറ്റായ തീരുമാനങ്ങളിലേക്കും പ്രവൃത്തികളിലേക്കും നയിച്ചേക്കാം. അപരിചിതരിൽ നിന്നും കർശനമായും അകലം പാലിച്ചില്ലെങ്കിൽ വളരെയധികം ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. ജോലി സ്ഥലത്തും വ്യക്തി ജീവിതത്തിലും ഈ ആഴ്ചയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. തടസ്സങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ നേരിടേണ്ടി വന്നേക്കാം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ചെലവുകൾ യുക്തിപൂർവം നിയന്ത്രിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആഡംബര ജീവിതം ഈ വാരത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ്. ആരോഗ്യം വീണ്ടെടുക്കുവാനും മനസ്സിന് സന്തോഷം ലഭിക്കുവാനും സാധ്യതയുണ്ട്. രോഗശാന്തി, ഭക്ഷണസുഖം, മനസ്സമാധാനം എന്നിവ നിങ്ങൾക്ക് വേണ്ടുവോളം ലഭിക്കുന്നതാണ്. അധ്യാപകർ, അഭിഭാഷകർ, എഴുത്തുകാർ എന്നിവർ ഈ ആഴ്ച സാമ്പത്തിക അനുകൂല നേട്ടങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി മികച്ച ധനലാഭം ഉണ്ടാകുകയും ചെയ്യും. വിദേശയാത്ര ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം തുറന്നെത്തും. വളരെ കാലമായി പിണങ്ങി നിന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ച നടത്തുവാനുമുള്ള അവസരം വഴിയൊരുക്കും. ഈ ആഴ്ചയിൽ നിങ്ങളുടെ ജാഗ്രതയും ക്ഷമയും നിലനിർത്തേണ്ടത് പ്രധാനമാണ്. വെല്ലുവിളികളെ നേരിടുവാനും അവസരങ്ങളെ വളരെയധികം പ്രയോജനപ്പെടുത്തുവാനും ശ്രമിക്കുക. ശനിദേവൻ വക്രഗതിയിലാകുന്ന ഈ ജൂൺ മാസ അവസാനത്തോടെ അടുത്ത 4 മാസക്കാലം മോഷണ ശ്രമങ്ങളും സ്ഥാനചലനങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ കോപവും ആലോചനയില്ലാത്ത പ്രവൃത്തികളും മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാനും ഇടവരുന്നതാണ്. ആയതിനാൽ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. ജൂൺ 26, ജൂൺ 27, ജൂൺ 28 എന്നീ ദിനങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാളാണ്. ആചാര അനുഷ്ഠാനപ്രകാരം ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, പുരോഗതി എന്നിവ വളരെയധികം നിറഞ്ഞതായിരിക്കും. വളരെ കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന വിഷമങ്ങൾ മാറി ജീവിതം സന്തോഷകരവും വളരെയധികം സമാധാനപൂർണവുമായി മാറും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കുകയും പരസ്പര ധാരണയും പിന്തുണയും ലഭിക്കുകയും ചെയ്യും. കുട്ടികൾക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അവർക്ക് ആരോഗ്യവും ഉന്മേഷവും ലഭിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ അംഗീകാരവും പ്രശസ്തിയും നേടിയെടുക്കുവാൻ ഈ ആഴ്ച അനുയോജ്യമാണ്. തെറ്റായി ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ തിരുത്തുവാൻ ലഭിക്കുന്ന നിങ്ങളുടെ സത്യസന്ധത വെളിവാകുകയും ചെയ്യും.
കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾക്ക് ഈ ആഴ്ച സാധ്യതയുണ്ട്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അവർ കൂടുതൽ ചുറുചുറുക്കും ഉന്മേഷവും പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്നാൽ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുവാനും ചതിയിൽപ്പെടുത്തുവാനുമുള്ള സാധ്യതയുണ്ട്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാകും. അതുകൊണ്ട് തന്നെ വ്യക്തമായി ആശയവിനിമയം നടത്തുവാനും വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കുക. ഈ ആഴ്ചയുടെ അവസാനം രാഷ്ട്രീയം, കല, മാധ്യമം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അഭിനന്ദനവും അംഗീകാരവും ലഭിക്കുന്നതാണ്. പുരസ്കാരങ്ങൾ ലഭിക്കുകയോ പ്രമോഷൻ ലഭിക്കുകയോ ചെയ്യും. ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങളും കരാറുകളും ലഭിക്കുവാനുമുള്ള സാധ്യത വന്നെത്തും. സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനും സാമ്പത്തിക സ്ഥിരത നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും അവർ കൂടുതൽ സന്തോഷവും ഉന്മേഷവും പ്രകടിപ്പിക്കുകയും ചെയ്യും. ദീർഘകാലമായി നിലനിന്നിരുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കഴിയുന്നതാണ്. ഈ വാരം സമഗ്രവും സന്തുലിതവുമായ പുരോഗതി നിറഞ്ഞ സമയമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക. ശനിദേവൻ വക്രഗതിയിലാകുന്ന ഈ ജൂൺ മാസ അവസാനത്തോടെ തൊഴിൽ രംഗത്ത് വിജയവും സമൂഹത്തിൽ മാന്യതയും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ധനലാഭം വന്നുചേരും. മീനരാശിയിലുള്ള രേവതി നക്ഷത്രക്കാർ ശനിയാഴ്ച ദിവസവും ജൂൺ 28, ജൂൺ 29 ദിനങ്ങൾ പൂരുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ ക്ഷേത്രദർശനം നടത്തുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.